ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ നിങ്ങൾ SSLCയുടെ ക്ലാസ്സുകളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിലെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണ്. അതിലത്തെ വെറൈറ്റി ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫാണെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കാണ്. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഇതിൻ്റെ പാർട്ടായിട്ട് വീഡിയോയിൽ നിങ്ങളുടെ കമൻസുകളൊക്കെ തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞതാണ്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സോ മക്കളെ, ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. സൈലത്തിൻ്റെ നമ്മുടെ ക്രാഷ് കോഴ്സ്, അതായത് ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയുള്ള ഒരു പുതിയ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഈ ഒരു വർഷാവസാനം വരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. സോ നേരിട്ട് നമുക്ക് ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ടഫ് ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾ ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് പറയുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതൊരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. സോ ഒന്നാമത്തെ മോഡൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ 3-ൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ വരുള്ളൂ. ഓണം എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് വരികയാണെങ്കിൽ 5 മാർക്ക് ഈ ടോപ്പിക്കിൽ നിന്നുണ്ടാവും. സോ മക്കളെ, ഇതുപോലെ ഏത് ചോദ്യം വരികയാണെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ വരിയിലെയും നമ്പർ ഓഫ് ടേംസ് ആണ്. ഒന്നാമത്തെ വരിയിൽ എത്ര പദങ്ങളുണ്ട്? 1. രണ്ടാമത്തെ വരിയിൽ എത്ര പദങ്ങളുണ്ട്? 2. മൂന്നാമത്തെ വരിയിൽ 3. നാലാമത്തെ വരിയിൽ 4. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഏത് രീതിയിൽ വന്നാലും. ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ഒന്ന് വായിച്ച് നോക്കുക മക്കളെ. റൈറ്റ് ദ നെക്സ്റ്റ് 2 more rows of this number pattern. അത് എല്ലാവർക്കും ഒരക്ഷരം പോലും അറിയാതെ വെറും കൂട്ടാൻ അറിയാവുന്ന കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2 വരികൾ ഇതാണ്. അപ്പോൾ ഇതിൽ 4 പദങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തതിൽ 5 പദങ്ങൾ ഉണ്ടാവും. 7, 8, 9, 10 ഓരോന്നാണ് കൂടുന്നത്. അപ്പോൾ 10 കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 11, 12, 13, 14. ഇവിടെ നിർത്താൻ പറ്റില്ല, 5 പദങ്ങൾ ഉണ്ടാവും. അടുത്തതിൽ 6 പദങ്ങളുണ്ടാവും. 16, 17, 18, 19, 20, 21. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. 5 മാർക്കിൽ 1 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായി. ചിലപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 6 മാർക്കിന് വരാറില്ല, 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ 10th row? ഇങ്ങനെ പോവുകയാണെങ്കിൽ 10ാം വരിയിൽ എത്ര പദങ്ങളുണ്ടാവും? വളരെ സിമ്പിളാണ്. 1ാം വരിയിൽ 1, 2ാം വരിയിൽ 2, 3ാം വരിയിൽ 3, അങ്ങനെ 10ാം വരിയിൽ എത്ര പദങ്ങളുണ്ടാവും? 10 പദങ്ങൾ. മലയാളം മീഡിയം കുട്ടികൾക്ക് കൃത്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അടുത്ത 2 വരികൾ എഴുതുക. ഇങ്ങനെ തുടർന്നാൽ 10ാം വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാകും? വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 9th row? 9ാമത്തെ വരിയിലെ അവസാന സംഖ്യ ഏത്? 9ാമത്തെ വരിയിലെ അവസാന സംഖ്യ. അവിടെയാണ് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് കടന്നു വരുന്നത്. 1ാമത്തെ വരിയിലെ അവസാന സംഖ്യ 1 ആണ്. 2ാമത്തെ വരിയിലെ അവസാന സംഖ്യ 3, 6, 10, 15, 21. ഈ രീതിയിലാണ് പോകുന്നത്. 1, 3, 6, 10, 15. 1, 3, 6, 10, 15, 21. നമുക്കറിയാം ഇതൊരു സമാന്തര ശ്രേണി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രീതി കണ്ടെത്തൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല, വിചാരിച്ചാൽ നിങ്ങൾ കണ്ടെത്താൻ പറ്റും, പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം കേസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം 2ാമത്തെ വരിയിലെ അവസാന സംഖ്യ 3 അല്ലേ? അതും ഇവിടെ എഴുതിയ നമ്പറുകളായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 2ാമത്തെ വരിയിലെ അവസാന സംഖ്യ ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടുന്നതാണ്. 3ാമത്തെ വരിയിലെ അവസാന സംഖ്യ 6 എന്ന് പറഞ്ഞത് ആദ്യത്തെ 3 വരികളിലെ സംഖ്യ കൂട്ടുന്നതാണ്. 3, 2, 5, 5, 1, 6. 4ാമത്തെ വരിയിലെ അവസാന സംഖ്യ ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടുന്നതാണ്. 1 + 2 + 3 + 4. അപ്പോൾ 9ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്തായിരിക്കും? ആദ്യത്തെ 9 പദങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ n × n + 1/2 ആണ്. മക്കളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസ് ഉള്ളൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ എന്താക്കും? അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സാം ടൈമിലൊക്കെ വീണ്ടും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 9 പദങ്ങളാണ്. സോ 9 പദങ്ങളുണ്ട്. 9 × 10/2. മനസ്സിലാവാത്ത ആളുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വീഡിയോ റിവേഴ്സ് എടുത്ത് തന്നെ കാണണം കേട്ടോ. ഇപ്പോൾ 3 മാർക്കായി. സിമ്പിളാണ്. എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ഐഡിയ തന്നെയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ 10th row? 10ാം വരിയിലെ ആദ്യത്തെ നമ്പർ. നമുക്കറിയാം ഇതിപ്പോൾ 4ാമത്തെ വരിയിലെ അവസാന നമ്പർ ആണെങ്കിൽ 5ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ അതിനോട് 1 കൂട്ടിയാൽ മതി. 9ാമത്തെ വരിയിലെ അവസാന സംഖ്യ 45 ആണെങ്കിൽ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 46 ആയിരിക്കും. 4 മാർക്കായി. ഇത് സിമ്പിളല്ലേ? വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 10th row? നേരത്തെ ചെയ്ത പോലെ തന്നെ 10 വരെ കൂട്ടിയാൽ മതി.
ഇനി അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. 9ാമത്തെ വരിയിൽ 9 സംഖ്യകളാണെങ്കിൽ 10ാമത്തെ വരിയിൽ 10 സംഖ്യ ഉണ്ടാവും. അപ്പോൾ 45നോട് 10 കൂട്ടിയാൽ ഡയറക്റ്റ് ആയിട്ട് 55 എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, 10 × 11/2. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 55. അങ്ങനെ 2 മെത്തേഡിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അടുത്തൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ സം ഓഫ് ദി നമ്പർ ഇൻ 10th റോ? ചിലപ്പോൾ എന്താ ചോദിക്കാറിയോ, ആദ്യത്തെ 10 വരികളിലെയും സംഖ്യകളുടെ തുക, ആദ്യത്തെ 10 വരികളിലെയും സംഖ്യകളുടെ തുക ചോദിച്ചാൽ നിങ്ങൾ മൊത്തം 55 പദങ്ങളുടെ തുക കാണണം. കാരണം ആദ്യത്തെ 10 വരിയിൽ മൊത്തം എത്ര പദങ്ങളുണ്ട്? 55 പദങ്ങളുണ്ട്. അപ്പോൾ 55/2 × ആദ്യ പദം പ്ലസ് 55 ഇങ്ങനെ ചെയ്യണം. എന്നാൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ആദ്യത്തെ 10 വരിയിലേതല്ല ചോദിച്ചത്, പകരം 10ാം വരിയിലേതാണ് ചോദിച്ചത്. അപ്പോൾ 10ാം വരിയിൽ നമുക്കറിയാം 10 പദങ്ങളുണ്ടാവാം. സോ S10 = 10/2 × 10ാം വരിയിലെ ആദ്യത്തെ സംഖ്യ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എത്രയാണ്? യെസ്. വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചു? ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 46 ആണ്. സോ n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ 46, 5 4 9, 6 5 11, 90 101 അല്ലേ? 101 × 10/2. സോ 101 × 5 ദാറ്റ് ഈസ് 505 ആയിരിക്കും ഇതിന് ആൻസർ വരിക. 505. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. ഇനി അഥവാ കുറച്ചൊരു ടഫായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാൻ പോകുന്ന മോഡൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യകൾക്ക് പകരം അതല്ലാത്ത ടൈപ്പ് ഓഫ് നമ്പർ. അത് കുറച്ചൊരു സ്റ്റെപ്പ് അധികമുണ്ട്, സാധാരണ പോലെ അല്ല, കുറച്ചൊരു സ്റ്റെപ്പ് അധികമുണ്ട്. അതിൻ്റെ മുമ്പേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പേ ഒരു കിടിലൻ വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. ഇതേ ടോപ്പിക്കിൽ നിന്ന്, ഇതേ സെയിം ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഒരിക്കൽ പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ പബ്ലിക് എക്സാമിന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. 1 2 3 4 5 6 7 8 9 ഈ രീതിയിലാണ് ഈ എഴുതിയ അതേ കാര്യം തന്നെ എഴുതിയത്. ഇങ്ങനെ എഴുതുന്നതിന് പകരം അത് ഇങ്ങനെ എഴുതി, എന്നിട്ട് ചോദിക്കുകയാണ്. ഇതേ ചോദ്യമാണ് നിങ്ങളോട് പരീക്ഷ ചോദിക്കുന്നത്. രണ്ടും സെയിം ആണ്. ഈ രീതിയിൽ എഴുതിയതും ഇതും സെയിം തന്നെയാണ്, ഒരു മാറ്റവും. നമ്മൾ മറ്റേത് ചെയ്ത അതേ രീതിയിൽ തന്നെ, അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. 1ാമത്തെ വരിയിൽ എത്ര നമ്പർ ഉണ്ട്? 1. 2ാമത്തെ വരിയിൽ എത്ര നമ്പർ ഉണ്ട്? 3. 3ാമത്തെ വരിയിൽ എത്ര ഉണ്ട്? 5. 4ാമത്തെ വരിയിൽ 7. നേരത്തെ നമ്മൾ 1 2 3 4 എഴുതിയപ്പോൾ ഇവിടെ കുറച്ചൊരു വ്യത്യസ്തമായുള്ള ചോദ്യം ഇങ്ങനെ വന്നു. റൈറ്റ് ദ നെക്സ്റ്റ് 2 more rows ഓഫ് ദിസ് പാറ്റേൺ. അപ്പോൾ 7 ഉണ്ടെങ്കിൽ അടുത്ത് 9 ഉണ്ടാവും, 11 ഉണ്ടാവും. അത് നിങ്ങൾ എഴുതുക, ഞാൻ എഴുതുന്നില്ല, മടിയാനാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് അല്ലേ. അടുത്ത് 16 കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 17 18 19 20. അതായത് 7നോട് ഒരു 9 കൂട്ടിയാൽ 16 അല്ലേ? യെസ്, 25 വരെ ഇവിടെ എത്തും. ഇവിടെ 25 വരെ എത്തും, ഇവിടെ 36 വരെ എത്തും. അങ്ങനെ 2 വരികൾ നിങ്ങൾ എഴുതുക. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ 10th റോ? 10ാം വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? 1ാം വരിയിൽ 1, 2ാം വരിയിൽ 3, 3ാം വരിയിൽ 5. ഇപ്പോൾ 1 + 3 + 5 എന്ന ഫോർമാറ്റിലാണ് പോകുന്നത്. അപ്പോൾ 10ാം വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾ പറയടാ, 10ാം വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവും? പറയാൻ പറ്റുമോ? 10ാം വരിയിൽ ഇത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യയുടെ ബീജഗണിത രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. xn = 2n - 1 ആണ് അല്ലേ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം കണ്ടെത്താൻ പറ്റും. dn + f - d. d എന്ന് പറഞ്ഞാൽ 2 ആണ്. dn + f - d. f എന്ന് പറഞ്ഞാൽ 1 - 2 2n - 1. അപ്പോൾ ഇതിൻ്റെ 10ാം വരിയിലെ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ x 10. 2 × 10 - 1. ഇനി അല്ലെങ്കിൽ 1ാം വരിയിൽ 1, 2ാം വരിയിൽ 3, 3ാം വരിയിൽ 5. അതിൻ്റെയൊക്കെ ഡബിളിൽ നിന്ന് 1 കുറച്ചതാ. 1ൻ്റെ ഇരട്ടി 2, അതിൽ 1 കുറച്ചു. 3ൻ്റെ ഇരട്ടി 6, അതിൽ 1 കുറച്ചു. സോറി, 2ാം വരിയിൽ ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1ാം വരിയിൽ 1ാം വരിയുടെ ഡബിൾ 2, അതിൽ 1 കുറച്ചാൽ 1. 2ാം വരിയുടെ ഡബിൾ 4, അതിൽ 1 കുറച്ചാൽ 3. 3ാം വരിയുടെ ഡബിൾ 6, അതിൽ 1 കുറച്ചാൽ 5. 4ാം വരിയുടെ ഡബിൾ 8, അതിൽ 1 കുറച്ചാൽ 7. അങ്ങനെ 10ാം വരിയുടെ ഡബിൾ പറഞ്ഞാൽ 20, അതിൽ 1 കുറച്ചാൽ 19. അത്രയും പദങ്ങളുണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കിട്ടിട്ടോ. വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 9th റോ? അത് രസമുള്ള ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് നമ്പറുകൾ, 1ാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ 1, 2ാമത്തെ വരിയത്ത് 4, 3ാമത്തെ വരിയത്ത് 9, 4ാമത്തെ വരിയത്ത് 16 അല്ലേ. അപ്പോൾ അതിന് എന്തോ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. 1ൻ്റെ സ്ക്വയർ ആണ് 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 9ൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 81 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇതേ ഐഡിയ വെച്ചുകൊണ്ട് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാമല്ലോ. 81നോട് 1 കൂട്ടിയാൽ മതി, 82. കുറച്ചുകൂടി സിമ്പിളായി ടോപ്പിക്ക്.
വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 10th റോ? 10ന്റെ സ്ക്വയർ 100. ഇത്ര ഉള്ളി ക്വസ്റ്റ്യൻ. ഇത് ഒരു വട്ടം 2022-ലോ 2021-ലോ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് സെയിം മോഡൽ. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് അവസാനിപ്പിക്കും. ഈ രീതിയിലേ നിങ്ങൾ ചോദ്യം വരുള്ളൂ, അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കുറച്ചൊരു ടഫാണ്, കമ്പാരിറ്റീവ്ലി മറ്റു ചോദ്യങ്ങളേക്കാൾ കുറച്ചൊരു ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ശ്രദ്ധിക്കാം. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ ഗിവൺ ബിലോ. നോക്കാൻ 6, 10, 15 നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3. സെയിം പാറ്റേൺ. അത് നമ്മൾ ഈ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് നെക്സ്റ്റ് 2 more rows. അടുത്ത റോ നിങ്ങൾ കണ്ടത് അടുത്ത 5 വരികളുണ്ടാവും. പക്ഷേ ഇവിടെ 1 അല്ല കൂടുന്നത്, 4 വെച്ചാണ് കൂടുന്നത്. 6, 10, 14. അപ്പോൾ 42 കഴിഞ്ഞാൽ 46, 50, 54, 58, 62. 5 എണ്ണം കൂടും. 5 നമ്പർ കൂടും. 1, 2, 3, 4, 5 ഉണ്ടോ? ഇനി അടുത്ത വരി നിങ്ങൾ എഴുതുക. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ 20th റോ? 20ാമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ട്? 20 എണ്ണം. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, 20ൽ 20. വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 19th റോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. 19ാം വരിയിലെ അവസാന സംഖ്യ ഏത്? ശ്രദ്ധിച്ചോളൂ മക്കളെ. നമുക്കറിയാം രണ്ടാമത്തെ വരിയിലെ അവസാന സംഖ്യ 14 ആണ്. രണ്ടാമത്തെ വരിയിലെ അവസാന സംഖ്യ എത്രയാണ്? 14 ആണ്. എന്നാൽ അത് എത്രാമത്തെ പദമാണ്? 1 + 2 മൂന്നാമത്തെ പദമാണ്. ആണല്ലോ, മൂന്നാമത്തെ പദമാണ്. മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യ 26 ആണ്. പക്ഷെ അത് എത്രാമത്തെ പദമാണ്? 6ാമത്തെ പദമാണ്. 6ാമത്തെ പദം. ഇങ്ങനെ 6ാമത്തെ പദം കിട്ടിയിരിക്കണേ. അപ്പം 20ാമത്തെ വരിയിലെ 19ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? 1 മുതൽ 19 വരെ കണ്ടുപിടിക്കണം. 1 + 2 + 3 + etc. + 19. അതായത് 19 × 1. മക്കളെ ഒന്നും കൂടി എടുത്ത് കാണുക കേട്ടോ. n × n + 1. n × n + 1 / 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 190ാമത്തെ പദമാണ് ഇത് വരിക. 190ാമത്തെ പദം. എങ്ങനെ ഈ 6 കിട്ടിയത്? ഈ 6 കിട്ടാനുള്ള കാരണം എന്താണ്? ആദ്യത്തെ 3 നമ്പറുകൾ കൂട്ടി, അതാണ് 26 വന്നത്. അപ്പം ആദ്യത്തെ 19 പദങ്ങൾ കൂട്ടിയാൽ അതിൻ്റെ പൊസിഷനാണ് കിട്ടുക, സ്ഥാനമാണ് കിട്ടുക. ഇനി ഈ സ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ എന്താക്കണം? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തണം. നമുക്കറിയാം 190 എന്ന് പറഞ്ഞാൽ x1 + 189 d ചെയ്താൽ അല്ലേ? x1 + 189 d ആണ് x 190. അപ്പോൾ നിങ്ങൾക്ക് x1 എത്രയാണെന്നറിയാം? 6 x1 6 അതിനോട് 189 × അതിൻ്റെ പൊതുവ്യത്യാസം. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വീണ്ടും റിപ്പീറ്റ് എടുത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചില ആളുകൾക്കൊക്കെ ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവും, പക്ഷേ അത് മനസ്സിലാകാത്ത കുട്ടികൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. മനസ്സിലായില്ല എന്നുള്ള തോന്നലുണ്ടാവണ്ട, പക്ഷേ റിപ്പീറ്റ് അടിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് ആൻസർ അതങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ രീതിയിലാണ് ചോദ്യം വന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. ആ സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കണം അതിൻ്റെ ഉത്തരം എഴുതുന്നത്. സോ 6 × 189 × 4 പറഞ്ഞാൽ 189 × 4. 189 × 4. 4 × 36, 3 ശിഷ്ടം 4 × 8 32, 3 35, 5 3 ശിഷ്ടം 3 756. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. 6 + 756. സോ 762 വരും. ഇതാണ് 19ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്ന് പറയുന്നത്. 20ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ അതിനോട് 4 കൂട്ടിയാൽ പോരെ? നോക്കി നോക്കൂ. ഇതിനോട് 4 കൂട്ടിയാൽ അടുത്ത ആദ്യത്തെ കിട്ടും. ഇതിനോട് 4 കൂട്ടിയാൽ ആദ്യത്തെ കിട്ടും. അപ്പോൾ 762 4 കൂട്ടാം. 766. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 20th റോ? നേരത്തെ ചെയ്ത അതേ രീതിയിൽ ആക്കണം. 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ. അപ്പോൾ നമുക്ക് 20ാമത്തെ വരിയിൽ എത്രാമത്തെ സ്ഥാനമാണ് നോക്കണം. സോ n × n + 1 / 2. 210ാമത്തെ പദമാണ് 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ. 210ാമത്തെ പദം. സോ 210ാമത്തെ പദം കാണാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 210ാം പദം ഈസ് ഈക്വൽ ടു 190ാമത്തെ പദം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അതിനോട് 20 d കൂട്ടിയാൽ മതി. 190 + 20 210 സോ 190ാമത്തെ പദം എത്രയാണ്? അത് ഓൾറെഡി നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലി 190ാമത്തെ പദം ദാറ്റ് ഈസ് ഈക്വൽ ടു 762 സോ 762 + 20 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 762 + 80. സോ 840. എന്തായാലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴും വേണ്ടത് ഐഡിയ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്.
സോ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. രണ്ടാമത് സാധ്യത കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത് സാധ്യത കാണുന്നത് നമ്മൾ രണ്ടാമത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമ്പാരിറ്റീവ്ലി ടഫ് ആണെന്ന് തോന്നുന്ന ആളുകൾ, ഇതിന് കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ അത് എഴുതാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോയുടെ ഫീഡ്ബാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി നമ്മുടെ ഈ നമ്മുടെ എല്ലാ ഇക്വേഷൻസും വെച്ചുള്ള വീഡിയോ വേണമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, പ്രിസൈൽ ലേണിംഗ്. ബൈ.